ഗായ്സ്, എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണ്. നമ്മളിപ്പോ കുറച്ച് കലാപരിപാടികളൊക്കെ ആയിട്ട് ഇവിടെ വന്നേക്കാണ്. ഇങ്ങനെയുണ്ട് ഈ സ്ഥലം, നല്ല രസമല്ലേ കാണാൻ. ഇതൊരു സ്റ്റാർബക്സ് ആണ്. ഇവിടെ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്റ്റാർബക്സ് അല്ല, വേറൊരു ഇച്ചിരി മാറിയിട്ടുള്ള ഒരു സ്റ്റാർബക്സ്. നല്ല രസമല്ലേ ഈ സ്ഥലം കാണാൻ. എനിക്ക് ഇവിടെ വന്ന് ഈ ഒരു സ്റ്റുഡിയോ പോലെ ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ ഞാൻ തീരുമാനിച്ചേക്കുന്നത് ഇന്നിപ്പോ December 30th ആണ്. ഇന്നെങ്കിലും നമ്മൾ വിഷൻ ബോർഡ് ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ നിന്നിട്ട് കാര്യമില്ല. സോ അതുകൊണ്ട് നമ്മളിത് കുറെ പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഗ്ലൂ ഉണ്ട്, പെന്നുണ്ട്, കത്രികയുണ്ട്, പിന്നെ സൈഡിൽ ഒരു ചായയുണ്ട്. പണി തുടങ്ങിയാലോ? പടി എന്നെ എടുക്കോ? വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ പോകണോ? എവിടെയാ? നമ്മളെവിടെയാ? എന്റെ ചായ കുടിക്കരുത്. എന്റെ ചായ കട്ട് കുടിക്കാൻ വേണ്ടിട്ടാണ് എന്റെ അനിയൻ വന്നേക്കുന്നത്. ഏറെക്കുറെ സന്ധ്യ ആയിട്ടുണ്ട് ഗൈസ്. ബട്ട് രാത്രി നമ്മളെ തോൽപ്പിക്കില്ല ഗൈസ്. നമ്മൾ രാത്രി ആക്ച്വലി നൈറ്റ് ഔൾസ് ആണ് ഇവിടെ എല്ലാവരും. അതുകൊണ്ട് തന്നെ നമ്മള് നൈറ്റിലാണ് നമ്മൾ മോർ പ്രൊഡക്റ്റീവായിട്ട് ഇറങ്ങാറ്. അതിന്റെ ഒരു ഭാഗവാക്കായിട്ടാണോ ഇന്ന് ഈ രാത്രി സമയത്ത് ഇറങ്ങിയേക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ടല്ല ഗൈസ്. ഞങ്ങൾ വൈകുന്നേരം വേറൊരു സ്ഥലത്ത് പോകണമെന്ന് വിചാരിച്ച് ഇറങ്ങിയിട്ട് അവിടെ പോകാൻ പറ്റാതെ വഴക്കൊക്കെ ഉണ്ടാക്കി തമ്മിലൊക്കെ കൂടി ഞങ്ങൾ പിന്നെ ലേറ്റായി. അങ്ങനെ ഇവിടെ എത്തിപ്പെട്ടതാണ്. പിന്നെ വീണ്ടും തൊട്ടടുത്തുള്ള ഒരു സ്റ്റാർബക്സിൽ പോയി ചെയ്യാം. ഇന്നെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇന്നിപ്പോ 30ാം തീയതി ആയി, നാളെ ഒരൊറ്റ ദിവസം ഉള്ളൂ. അമ്പാടിക്ക് പനിയാ ഗൈസ്. അവന് ക്രിസ്മസിന് തുടങ്ങിയ പനിയാണ് അവൻ എനിക്കൊരു. ബട്ട് എന്നാലും അവൻ അന്ന് തൊട്ട് തുടങ്ങിയ പനിയാണ്, ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ അത് കാരണം നമ്മളിങ്ങനെ ആ ഒരു വിഷമത്തിലിരിക്കുന്നത്. അവന് കോപ്പൊക്കെ ഇടയ്ക്ക് വെച്ച് ഓഫ് ചെയ്യണമെന്ന് ഓഫ് ചെയ്യാൻ തോന്നുന്നു. കോപ്പ് നിർത്തി വെച്ചിട്ട് ഇപ്പോൾ വീട്ടിലിരിക്കും കുറച്ച് ദിവസമായിട്ട്. ഒരു നാളെ കഴിഞ്ഞ് റീജോയിൻ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. നാളെ കഴിഞ്ഞ് റീജോയിൻ ചെയ്യണ്ടാ ചെയ്യുന്നേ. ഐ ഡു ബിലീവ് ഇൻ മാനിഫെസ്റ്റേഷൻ. ഞാൻ എന്താഗ്രഹിക്കുന്നു അതാണ് എൻ്റെ ലൈഫിൽ നടക്കുന്നതെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. സോ ഐ എം ജസ്റ്റ് എക്സ്പെക്ടിങ് ഇറ്റ് ഷുഡ് ബി ഹാപ്പനിങ് ഇൻ ദാറ്റ് വേ. അപ്പം നമ്മൾ എന്തായാലും വിഷൻ ബോർഡ് ഉണ്ടാക്കാനാണ് ഇന്നിവിടെ വന്നേക്കുന്നത്. ഞാൻ ഇതുവരെ വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടില്ല. ഇതെൻ്റെ ആദ്യത്തെ വിഷൻ ബോർഡാണ്. അതുപോലെ തന്നെ അപ്പം നിങ്ങളെങ്ങനെ കൂടെ പോട്ടാന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, ഇതെനിക്കൊരു മെമ്മറിയാണ്. എന്താ ഈ യൂട്യൂബ് ചാനലിൽ പലരും ചെയ്യണ പല കാര്യങ്ങളും മോർ ദാൻ കണ്ടന്റ്, പല കാര്യങ്ങളും അവർക്ക് ഒരു മെമ്മറിയാണ്. പിന്നീട് ഒരു ദിവസം എടുത്തു നോക്കുമ്പോൾ അത് നമ്മുടെ ഒരു ഗോൾഡൻ ടൈം ആയിരുന്നു എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം. അതാണിപ്പം ഇപ്പോൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേർ അവരുടെ ലൈഫിൽ നടക്കുന്ന പല പല കാര്യങ്ങളൊക്കെ എടുത്തിങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ ഞാൻ ദൈവമേ, എൻ്റെ ലൈഫിൽ ഇതിനേക്കാളും ഫണ്ണിയായിരുന്നല്ലോ, ആ സമയത്തൊന്നും എനിക്കിതൊന്നും ചിന്തിക്കാൻ പോലും തോന്നിയില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ബട്ട് എന്തായാലും ഇപ്പം ഞാൻ ചിന്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതെ, നമ്മള് ഒരു 7 പേജസ് കട്ട് ചെയ്ത് ഇത്ര ആക്കിയിട്ടുണ്ട്. ഇനി ഇത്രയും ഫോട്ടോസ് ഇതിനകത്ത് സ്റ്റിക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. എന്നിട്ട് ഇത് ചെയ്ത് വന്നപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ ആഗ്രഹിച്ച 2-3 സാധനങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചോടെ കണ്ടിട്ടെടുക്കാൻ പോകുന്നത്. Let's see if I can fit all of these in. ഇതിൽ കുറെ റിപ്പീറ്റേഷൻ ഉണ്ട്, അത് ഞാൻ വെക്കാനായിട്ട് നോക്കാം. ബട്ട് എന്നാലും എനിക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടല്ലോ സ്റ്റിക്ക് ചെയ്തിരിക്കും. ഓക്കെ, ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ് ഗോണ ബി. ഇത് ഒരു 1.5 ടച്ചിന്റെ പണിയുണ്ട് ആക്ച്വലി. നമ്മളിങ്ങനെ കാണുമ്പോൾ ജസ്റ്റ് വിഷൻ ബോർഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ സിമ്പിൾ കാര്യമാണ്. ബട്ട് നമ്മൾ ആദ്യം പിൻട്രസ്റ്റിൽ നിന്ന് അത് ചെയ്യണം, പിന്നെ ഇതെല്ലാം കട്ട് ചെയ്യണം, പിന്നെ ഇതെല്ലാം ഒട്ടിക്കണം, പിന്നെ ഇത് സെറ്റാക്കി വരുമ്പോൾ ശരിക്കൊരു ഹാഫ് ഡേ വർക്ക് ഉണ്ട് ഇത്. ബട്ട് if it's a person who actually enjoys this kind of things, they're really gonna love this.
നമ്മുടെ ചിരിയാണ് പറഞ്ഞേ നിനക്ക്. മറ്റേ ബിഗ് ബോസിന് മറ്റേ ജാസ്മിൻ പറഞ്ഞല്ലേ, നിങ്ങളുടെ ചിരി കാണുമ്പോൾ എനിക്ക് ദാഗിനത്തല്ലേ. എന്നാ പരിപാടി? ഞാൻ എഴുതിയതാ. എനിക്ക് പണ്ട് 8ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ 8ലോ പഠിച്ചോണ്ടിരുന്നപ്പോ ഹാൻഡ് റൈറ്റിങ്ങിന് ട്രോഫി ഒക്കെ ഇട്ടിട്ടുള്ളതാ. പക്ഷെ ഇപ്പൊ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും ഇല്ല കേട്ടോ. F-150 അല്ലേ? F-150 ഞാൻ ഓടിച്ചിട്ടുണ്ട്. യൂഹോ അത് F-150 ഇറക്കാം. ഫോർഡിന്റെ F-150 ആണത്. ശരി കേട്ടോ. എക്സ്പ്ലോറർ ഇതിങ്ങനെ എങ്ങനെയാന്ന് മോൻ അറിയാൻ പോണെങ്കിലോ എന്തെങ്കിലും ചെയ്യും കേട്ടോ. നീ ഇത് കട്ട് ചെയ്ത് തീരുമോ? ഞാൻ എന്റെ എല്ലാം ചെയ്ത് കഴിഞ്ഞു. നിന്റെ എപ്പോഴും തീരുമോ? നീ എന്താ പണിയെടുക്കും? നീ പണിയെടുക്കോ? ആ വയറ് വലിച്ചിട്ടെ കണ്ട ആൾക്കാർ ചെറിയതിന്റെ വയറാണ്. ശരിക്കും ഷർട്ട് വലിച്ചറാ. സ്കേർട്ടല്ല ഷർട്ട്. ഇവിടെ വന്ന് പെയിന്റ് പണിക്ക് പോയതാ ഗൈസ്. അവന്റെ ജാക്കറ്റിൽ ഫുള്ളുള്ളത് പെയിന്റ് പണിക്ക് പോയതാണ്. ഇവിടെ വരുമ്പോ നമ്മൾ പലരും പല പണിക്ക് പോകും. ഇവിടെ പെയിന്റ് പണിക്ക് പോയതാണ് ജാക്കറ്റിൽ കയറാം. നമ്മൾ എടുത്തോണ്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഗൈസ് മനസ്സിലായത് എൻ്റെ സാധനം, എൻ്റെ വിഷൻ ബോർഡ് ഭയങ്കര വലുതാണ്. അതായത് എനിക്ക് ഒരുപാട് ഉണ്ട് ഒട്ടിക്കാൻ. എൻ്റെ മനസ്സ് കൊണ്ട് എനിക്ക് ആഗ്രഹമുള്ളത് മാത്രമേ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ. പല സാധനങ്ങളും പലത് റിപ്പീറ്റാണ്. ബട്ട് എനിക്കത് കളയാൻ തോന്നണില്ല. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോന്ന് എനിക്കറിയില്ല. എനിക്കത് കളയാൻ തോന്നണില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പം ദേ അതാണ് ഡോളറാമ, അതാണ് നമ്മൾ ഇരുന്ന സ്റ്റാർബക്സ്. ഞാൻ അവിടെ നിന്ന് ഡോളറാമ അടയ്ക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാലൻസ് ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഓടിപ്പോയി ഒരു വലിയ ബോർഡൊരെണ്ണം വാങ്ങാൻ പോവാണ് ഞാൻ. നമ്മൾ യഥാർത്ഥം മേടിച്ചാണ്. ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചാലോ എന്നാണ് ആലോചിക്കണത്. കാരണം ഇതായിരുന്നു എൻ്റെ. അതിൽ നിന്ന് ഇതിലേക്ക് മാറാനാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അയ്യോ Why? There is another thing also. എടാ അത് സെയിം തന്നെയാ. നിനക്കത് നീ കുറച്ച് കയറ്റി ഇറക്കി വെച്ചിട്ടാണ് കുറഞ്ഞേ. Really baby. It's okay. Okay, let's go check out some other thing also. Come faster. ഞാൻ ഇത് വാങ്ങിച്ചാന്ന് വിചാരിക്കണം. ഇറ്റ്സ് ക്വൈറ്റ് ബിഗർ ദാൻ വാട്ട് ഐ വാസ് ഹാവിങ് ബിഫോർ, ബട്ട് ലെറ്റ്സ് സീ. നമ്മുടെ വിഷൻ ബോർഡ് റെഡിയാണ്. 20
2025 വിഷൻ ബോർഡാണിത്. ഞാൻ ആദ്യമായിട്ടാണ് വിഷൻ ബോർഡ് ഉണ്ടാക്കണത്. ആൻഡ് ഇതിലിരിക്കുന്ന ബട്ടർഫ്ലൈസിനെ പോലെ എനിക്ക് പാറി പറക്കാൻ പറ്റില്ല. ദാറ്റ്സ് മൈ വിഷ്. ഐ ഹോപ്പ് ഇറ്റ് ഓൾ ഹാപ്പൻസ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റേഷൻ ഉണ്ട്. ബട്ട് ഇതെല്ലാം എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളാണ്. ഒത്തിരി കാര്യങ്ങൾ വെച്ച് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ സംശയമുണ്ട്. ബട്ട് എൻ്റെ ഒരു 5 കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്ത് വന്നേക്കുന്നത്. 1 is health, 2nd is travel, 3rd is YouTube, 4th is money, and 5th is about people I love. So ഇതെല്ലാം എനിക്ക് 2025 പിന്നെ the most important thing is to prioritize myself. I was thinking like I was a person like that. കാനഡയിൽ വന്ന് ആ ലോൺലിനെസ് ഒക്കെ ഹിറ്റ് ചെയ്തപ്പോൾ I think I lost that in me. I started being more people person than my person. So now I'm trying to catch myself back. I hope I can do it in this coming year. I have already started doing it in last year, but I'm still a little bit struggling. I have to accept that, but I'm hoping I can do better this year. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ന്യൂ ഇയർ. അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യുക. ഐ ഹോപ്പ് ഓൾ ഓഫ് ദ പീപ്പിൾ ഗെറ്റ്സ് ഓൾ ഓഫ് ദെയർ വിഷസ് ഹാപ്പൻ. ആൻഡ് വിഷൻ ബോർഡ് ഉണ്ടാക്കിയവർക്ക് കൺഗ്രാറ്റുലേഷൻസ്. വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക് ഇറ്റ്സ് ഓക്കെ. യു ഗോട്ട് സ്റ്റിൽ ലൈക്ക് ഒരു ജനുവരി 5-ാം തീയതി വരെ ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഫൈൻ ഈവൻ ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്. അപ്പോൾ hope you guys do like this video. If you guys like this video, like, subscribe and comment on this video. Appa sheri, tata, bye bye.